let's move on with the message, and then we will have announcements and everything else after that. Can we move on with the message? ആദ്യം നമുക്ക് സന്ദേശത്തിലോട്ട് പോകാം. I hope you are all here excited in a way because we have finished this year, moving into another year. ഈ വർഷം അവസാനിപ്പിച്ച് നമ്മൾ പുതിയ വർഷത്തിലോട്ട് നീങ്ങുന്നു. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സന്തോഷമുണ്ടെന്ന് ചോദിച്ചാൽ നല്ലൊരു ചോദ്യമല്ല അല്ലേ? This has been a year like never before. ഈ വർഷം, ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഒരിക്കലും ഇല്ലാത്ത ഒരു വർഷം പോലെയാണ്. Both the mics are sounding different. Okay. But let me just I've been just thinking about Christmas. It's an amazing thing, isn't it? ക്രിസ്മസ് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യം തന്നെയാണ്. You see, a Christian is actually amazed. He should be always amazed at the wonder of it all. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ ക്രിസ്മസിൻ്റെ അതിശയം, അതെത്രമാത്രം അതിശയകരമായ ഒരു കാര്യമാണെന്നുള്ള ആ വാസ്തവം നമ്മളെ പിടിച്ചടക്കണം. See, as believers, most of us think we have to somehow do our duty to God and just come to church and that's it. ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തോട് നമ്മൾക്കുള്ള കടമകളൊക്കെ നമ്മൾക്ക് നിർവഹിക്കണം, സഭയിൽ കടന്നു വരണം, അത്രയൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. There is something much more to be a Christian, to be a believer. ഞാൻ പറയട്ടെ, ഒരു വിശ്വാസി ആകണമെങ്കിൽ ഇതിനെക്കാട്ടിലും ആഴമായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. He is constantly amazed at the wonder of it all. How could this be? This is always his question that he has before him. How could all these things be? ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മളുടെ ഉള്ളിൽ വരേണ്ട ചോദ്യം, ഇത് എങ്ങനെ സാധിക്കും, ഇത് എങ്ങനെ സംഭവിക്കും? How could a sinner like me receive so great a salvation? എന്നെ പോലുള്ള ഒരു പാപിക്ക് ഇത്രയും വലിയ രക്ഷ എങ്ങനെ ലഭിക്കും? What an amazing future is there before me if I can see the unseen realm. ആ അദൃശ്യമായ തലം എനിക്ക് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കാം, എന്റെ മുന്നിലുള്ള ഭാവി എത്ര അതിശയമായ ഭാവിയാണ് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. How could these things be? I just can't imagine the things that God has for me. എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. എത്ര അതിശയമായ കാര്യമാണ്, എങ്ങനെ ഇതൊക്കെ എനിക്ക് ലഭിക്കും? Oh, the glorious nature of our salvation. നമ്മളുടെ രക്ഷയുടെ ആ മഹത്വം എത്ര വലുതാണ്. If only we could see it. നമ്മൾക്ക് ഇതൊന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ. If only we could know what an amazing thing it is. ഇത് എത്ര അതിശയകരമായ ഒരു കാര്യമാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ. Just think of Jesus Christ. നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മുടെ മനസ്സിൽ യേശുവിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച്. Most of us think that Jesus Christ just turned into a human being one day. നമ്മൾ ചിന്തിക്കുന്നത് യേശു ക്രിസ്തു പെട്ടെന്ന് ഒരു ദിവസം ഒരു മനുഷ്യനായി അങ്ങ് മാറി എന്ന്. So we have these stories in our children, isn't it? One day a man becomes a mouse or a giant becomes a tiger. We have all these kinds of stories for our children. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്ന കഥകളുണ്ട്. ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു എലിയായി മാറി, അല്ലെങ്കിൽ ഒരു എലി മനുഷ്യനായി മാറി, അങ്ങനെയൊക്കെയുള്ള കഥകൾ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും. So somehow we have this feeling that okay, God just decided, oh, one day I'll become like a man. നമ്മൾ ചിന്തിക്കുന്നത് ഒരു ദിവസം ദൈവം അങ്ങ് തീരുമാനിച്ചു, ഞാൻ ഒരു മനുഷ്യനായാലോ, മനുഷ്യരൂപം എടുത്താലോ, let me save these people. ഞാൻ ചെന്ന് ഈ ആൾക്കാരെയൊക്കെ ഒന്ന് രക്ഷിക്കട്ടെ. I'll just turn myself into a man. ഞാൻ എന്നെ തന്നെ ഒരു മനുഷ്യനാക്കി അങ്ങ് മാറ്റാം. After that thing is over, let me go back to being God again. അത് കഴിഞ്ഞിട്ട് ആ ജോലിയൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് തിരിച്ചു ഞാൻ ദൈവം ആയി ഞാൻ My തിരിച്ചു dear വരാം. friends, it is not like that. സുഹൃത്തുക്കളെ, അങ്ങനെയല്ല സംഭവം. You see, God who was fully God did not cease to be God when he came down on earth. ദൈവം
അവൻ സർവ അധികാരിയായ ദൈവം അവൻ ഈ ഭൂമിയിൽ വന്നപ്പം ദൈവമല്ലാതെയായി It is തീർന്നില്ല, not അങ്ങ് like you see. മാറിപ്പോയില്ല. It is not like you see in the movies. നമ്മൾ ഈ ചലച്ചിത്രത്തിലൊക്കെ കാണുന്നത് പോലെ അല്ല. This God, the living God, the creator God, അവൻ സൃഷ്ടാവായ ദൈവം, ജീവനുള്ള ദൈവം, while being God himself, അവൻ ദൈവമായിരിക്കേ took on human nature on himself. അവൻ ദൈവമായിരിക്കെ തന്നെ ഈ മനുഷ്യ സ്വഭാവം അവൻ ഏറ്റെടുത്തു. He did not turn into a human. He took that human nature upon himself. അവൻ ഒരു മനുഷ്യനായി അങ്ങ് മാറി രൂപാന്തരപ്പെട്ടില്ല, മറിച്ച് അവൻ ഈ മനുഷ്യന്റെ ആ സ്വഭാവം So you see- മനുഷ്യത അവൻ So ഏറ്റെടുത്തു. you see, he became God and man. He was fully divine and yet fully human. അവൻ ദൈവവും മനുഷ്യനുമായിരുന്നു തീർന്നത്. അവൻ പൂർണ്ണമായിട്ടും ദൈവികം ആയിരുന്നു, പൂർണ്ണമായിട്ടും മനുഷ്യനുമായി. It was a huge step for that to happen. അത് നടക്കാനായിട്ട് വലിയൊരു പടിയാണ് ദൈവം God എടുത്തത്. had to humble himself and take on that human nature. ദൈവം തന്നെത്താൻ താഴ്ത്തിയാണ് ആ മനുഷ്യ സ്വഭാവം ഏറ്റെടുത്തത്. See, while he was on earth, he was still God. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ അന്നേരവും It was ദൈവമായിരുന്നു. just that he did not make use of his anything of his God inside while he was on earth. That's പക്ഷെങ്കിൽ all. അവൻ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അവൻ അവന്റെ ദൈവികത്വം അവൻ ഉപയോഗിച്ചില്ല. And what is even most amazing, what is even more amazing than that? അതിനെക്കാട്ടിലും അതിശയകരമായ കാര്യം എന്തെന്നറിയാമോ? He continued that humanity from that time onwards. അന്ന് തൊട്ട് അവൻ ആ മനുഷ്യ സ്വഭാവം, മനുഷ്യത്വം ഏറ്റെടുത്തത് അത് അവൻ തുടർന്നുകൊണ്ടേയിരിക്കുവാണ്. He did not cease being human after that forever. He is now both God and അത് man. കഴിഞ്ഞിട്ട് അവൻ ആ മനുഷ്യത്വം വിട്ട് വെടിഞ്ഞില്ല. അവൻ ഇപ്പോഴും എന്നേക്കും ദൈവവും It മനുഷ്യനുമായിട്ട് was a നിലനിൽക്കുന്നു. permanent incarnation that happened to Jesus. യേശു ആ മനുഷ്യൻ ആത്മം ഏറ്റെടുത്തത്, മനുഷ്യ സ്വഭാവം ഏറ്റെടുത്തത് അത് നിത്യതയോളം നിലനിൽക്കും, താൽക്കാലികമല്ലായിരുന്നു. My dear friends, if only we could understand the greatness of it all. സുഹൃത്തുക്കളെ, ഇതിന്റെ ആ മഹാത്മ്യം നമ്മളൊന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ. You see, for us to look at Jesus and say, you became like us. നമ്മൾക്ക് യേശുവിനെ നോക്കിയിട്ട് നമ്മൾക്ക് പറയാൻ പറ്റുന്നത്, യേശുവേ അങ്ങ് ഞങ്ങളെപ്പോലെ എന്നെപ്പോലെ ആയി തീർന്നെന്നോ? And then you remain like us, even now in heaven, you are both fully God and fully man. അത് കഴിഞ്ഞിട്ട് അങ്ങ് ഇന്നും എന്നെ പോലെ ഒരു മനുഷ്യനായിട്ട് സ്വർഗത്തിൽ പൂർണ്ണമായിട്ടും ദൈവവും പൂർണ്ണ You മനുഷ്യനുമായിട്ട് see, നിലനിൽക്കുന്നെന്നോ? when John, the book of Revelation, saw Jesus, he did not see Jesus Christ as a spirit. He saw him as man. വെളിപാട് പുസ്തകത്തില് യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ യേശുവിനെ ദൈവികമായിട്ടല്ലായിരുന്നു കണ്ടത്, ഒരു മനുഷ്യ രൂപത്തിലാ കണ്ടത്. ആത്മാവായിട്ടല്ല കണ്ടത്, മനുഷ്യനായിട്ടാ കണ്ടത്. While he was on earth, he just veiled his godly nature, but that was unveiled now. Today in heaven, he is both God and man, fully unveiled. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ആ ദൈവികത്വം മറച്ചു വെച്ചിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് ആ ദൈവികത്വവും പൂർണ്ണമായിട്ടും തുറന്ന് നമുക്ക് കാട്ടിത്തരുവാണ്, മനുഷ്യത്വവും ദൈവികത്വവും. These things are too much for us to understand, my dear friends. ഇത് നമ്മളുടെ മനസ്സിൽ നമുക്ക് ഉൾക്കൊള്ളാൻ എളുപ്പമല്ല. We think it's just a story. God just suddenly became a man and then became back a God, and that's it. What's so big about it? നമ്മൾ വിചാരിച്ചേക്കാം, ദൈവം മനുഷ്യരൂപം അങ്ങോട്ട് എടുത്തു, പിന്നെ തിരിച്ച് ദൈവത്തിലോട്ടായി, അതിന് എത്ര വലിയ കാര്യം എന്താ എന്നതൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. Please, my dear friends, the അങ്ങനെയല്ല. glory of Christmas, the glory of Jesus becoming man is something too amazing for us. ഈ യേശുക്രിസ്തു ദൈവം
മനുഷ്യനായി തീർന്നത്, ക്രിസ്മസിൻ്റെ ആ സംഭവം തന്നെ അതിശയകരമായ, നമ്മളുടെ ബുദ്ധിക്ക് അതീതമായ കാര്യമാണ്. You see, sometimes when we see something beautiful, we get struck by it, isn't it? ചില സമയത്ത് മനോഹരമായ ചില കാര്യങ്ങൾ നമ്മൾ കാണാനിടയാവുമ്പം അങ്ങ് അന്തം വിട്ട് നമ്മൾ അങ്ങ് നിന്നു പോവും, നോക്കി നിന്നു Only we പോവും. could be struck by the beauty of the Lord and what He did for us. നമ്മൾ ഈ കർത്താവിൻ്റെ മനോഹരത്വവും അവൻ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങൾ, അതിൻ്റെ ആ സൗന്ദര്യത്തിൽ അത് നോക്കി നമ്മളൊന്ന് അന്തം വിട്ട് നിന്നായിരുന്നെങ്കിൽ. We are so caught up with our lives and the things that we need to see happen in us. നമ്മളുടെ ജീവിതത്തെക്കുറിച്ചും നമ്മളുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങളും അതിലങ്ങ് അകപ്പെട്ട് ആ കെട്ടിനകത്തങ്ങ് ആയിപ്പോവാ നമ്മൾ. Oh God, in this new year, cause us to have a fresh glimpse of Jesus. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ പുതിയ വർഷം നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം യേശുവിനെ കുറിച്ച് ഒരു പുതിയൊരു കാഴ്ചപ്പാട്, ഒരു പുതിയൊരു ദൃശ്യം നമ്മൾക്ക് കാണിച്ചു തരട്ടെ. I'm not here to present that to you, my dear friends. I'm here to speak to you something that is more challenging today. ഇതിനെക്കുറിച്ച് ഞാൻ മുന്നോട്ട് പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ചില വെല്ലുവിളിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കാനാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, ഒന്ന് കണ്ണ് തുറന്നിരുന്നാൽ കൊള്ളാം. ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നിരുന്നാൽ വളരെ സന്തോഷം. The heading of my message is called From Self to Service. എൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് സ്വയത്തിൽ നിന്ന് സേവനത്തിലോട്ട്. This is the last part of my message for you. എൻ്റെ സന്ദേശ പരമ്പരയുടെ അവസാനത്തേതാണ് ഇന്ന്, നാലാമത്തെ സന്ദേശം. From self to service. സ്വയത്തിൽ നിന്നും സേവനത്തിലേക്ക്. Let me just read out to you what R. Stanley actually spoke just 2 days back. He wrote an article. R. Stanley എന്ന ദേവദാസൻ 2 ദിവസം മുമ്പേ അദ്ദേഹം ഒരു ലഘുലേഖ എഴുതി. അതിനകത്ത് അദ്ദേഹം എഴുതിയ കുറച്ച് വരികൾ ഞാനൊന്ന് പറയട്ടെ. He said churches and organizations worldwide, they want to declare 2021 to 2030 as a decade of revival. Decade malayalam endha parayum? Decade malayalam endha? Decade 10 varsham. ദശവർഷം. 2020 തൊട്ട് 2030 വരെ ലോകമെമ്പാടും സഭകൾ അത് ഒരു ഉണർവിൻ്റെ സമയമായി പ്രഖ്യാപിക്കുന്നു. But he says, I would rather call it a decade of responsibilities. പക്ഷെങ്കിൽ ആ സ്റ്റാൻലി ഇങ്ങനെ പറയുന്നു, ഞാനോ ഈ 10 വർഷത്തെ ഉത്തരവാദിത്വത്തിൻ്റെ ദശവർഷം എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. Because he says when we keep saying revival, we throw the matter entirely in God's shoulders. നമ്മൾ ഉണർവ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കാര്യങ്ങളെ ദൈവത്തിന്റെ ചുമരിൽ ഇട്ട് കൊടുക്കുകയാണ്. We throw it entirely on God. നമ്മളെല്ലാ ഉത്തരവാദിത്വവും ദൈവത്തിന്റെ മേൽ അങ്ങ് എറിഞ്ഞു കൊടുക്കുക. We think God is reluctant to send a revival and we need to force him to do that. നമ്മൾ വിചാരിക്കുന്ന ദൈവം ഒരു ഉണർവ് അയച്ചേ പറ്റൂ. അല്ല, ഉണർവ്വയക്കാൻ മടിയാണ്. He is hesitant, he is reluctant. ദൈവം ഉണർവ് കാണിക്കാനായിട്ട് ദൈവത്തിന് മടിയാ. പക്ഷെ അപ്പൊ അത് നമ്മൾ നിർബന്ധിച്ച് ദൈവത്തിൽ നിന്ന് ആ ഉണർവ് ഉളവാക്കി വാങ്ങിക്കണം. When R. Stanley says it is not so. R. Stanley ദേവദാസൻ ഇങ്ങനെ പറയുന്നു, അങ്ങനെയല്ല. He says the imbalance in Christian life today. ഇന്ന് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലെ ഒരു സന്തുലിത കാണുന്നില്ല. He says the imbalance is this: we overemphasize God's part and we do not stress our responsibility. അദ്ദേഹം പറഞ്ഞ നമ്മൾ ദൈവത്തിന്റെ പങ്ക്, ദൈവം ചെയ്യേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമ്മൾ വലുതാക്കും,
എന്നിട്ട് നമ്മൾക്കുള്ള ഉത്തരവാദിത്വം നമ്മൾ ചെറുതാക്കിയാ Oh, കാണുന്നത്. my dear friends, if only we understood that clearly. നമ്മൾ ഈ വാസ്തവങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ കാണേണ്ട പോലെ When we കണ്ടായിരുന്നെങ്കിൽ, say revival, we want to put it everything on God. Lord, why are you not sending revival? നമ്മൾ ഉണർവെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ഈ ദൈവത്തിന്റെ ചുമലിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ എന്നിട്ട് പറയും, ദൈവമേ എന്തുകൊണ്ട് അങ്ങ് ഉണർവ് തരുന്നില്ല? We don't realize that God is as willing, more than willing, but the issue is this: we have not fulfilled our responsibilities. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് ഉണർവ് തരാനായിട്ട്, അയക്കാനായിട്ട് അവൻ അധികം മനസ്സുള്ളവനാണ്. പക്ഷെങ്കിൽ പ്രശ്നം ഇത്രമേ ഉള്ളൂ, നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ അത് നിറവേറ്റിയിട്ടില്ല. And what is a revival, by the way? ഉണർവെന്ന് പറഞ്ഞാൽ എന്താണ്? There is no state of permanent revival in our lives anyhow. ആരുടെയും ജീവിതത്തിൽ എവിടെയും ഒരു തുണർമാനമായി എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഉണർവെന്ന് പറയുന്ന സംഭവമില്ല. What do we mean by revival? It means that we revive something. When you are half dead, you are revived, you are brought back. ഒരു ഉണർവെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മരിച്ച അവസ്ഥയിൽ കിടക്കുന്ന അതിനെ ജീവിപ്പിച്ചെടുക്കുക, ഉണർത്തിയെടുക്കുക. You don't keep him making alive every day of his life. ആ വ്യക്തിയെ എന്നും ഉണർത്തിക്കൊണ്ടിരിക്കണം. He is not half dead all throughout his life. അവന്റെ ജീവിതകാലം മുഴുവനും ഈ പകുതി ചത്ത അവസ്ഥയിലല്ല. If he is revived, he has to move on. അവൻ എഴുന്നേറ്റ് ഉണർന്നെങ്കിൽ അവൻ മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. If only we knew our responsibilities, my dear friends. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ സുഹൃത്തുക്കളെ. See, we are all suffering from this disease called self. ഈ സ്വയം എന്ന് പറയുന്ന ഒരു രോഗം നമ്മളെ ബാധിച്ചിരിക്കുവാണ്. And the sooner we admit it, the better for us. നമ്മൾ എത്രയും പെട്ടെന്ന് ഈ രോഗത്താൽ നമ്മൾ ബാധിക്കപ്പെട്ടതാണെന്ന് അംഗീകരിക്കുമോ അത്രയും നമ്മൾക്ക് നല്ലത്. It is so difficult to recognize that inside us. നമ്മൾ നമ്മുടെ ഉള്ളിൽ ഇത് അംഗീകരിക്കുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. And some people who have some spiritual gift. ചിലർക്ക് ഈ ആത്മീയ വരമുള്ളവർക്ക്, For instance, you have the prophetic gift. ചിലർക്ക് ഈ പ്രവചന വരങ്ങൾ Or ഉണ്ടായിരിക്കും. you have the gift of discernment when you pray. ചിലർക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിവേചന വരം For കാണും. them, they cover this self as soon as possible. This self becomes hidden. അവര് ഈ വരങ്ങളും കൊണ്ട് എന്ത് ചെയ്യുന്നേ? ആ ജഡം, ആ സ്വയത്തെ അങ്ങ് മറച്ചു വെക്കുന്നു, പെട്ടെന്ന് അങ്ങ് മറയ്ക്കും. Because somehow they feel very important. അവരേതാണ്ടാണെന്നുള്ള ഒരു പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒരു തോന്നൽ അവർക്ക് തന്നെ അങ്ങ് വന്നു പോകുന്നു. It may take years for God dealing with you in other ways before we admit that we are fleshly. ഈ നമ്മൾ ജഡികരാണെന്ന് കാണിക്കാനായിട്ട്, നമ്മൾ അംഗീകരിക്കാനായിട്ട് ദൈവം ഒരു പക്ഷേ വർഷങ്ങളെടുത്ത് നമ്മളെ ശിക്ഷണത്തിൽ കൂടി കടത്തിക്കൊണ്ട് പോകും. So there is a rediscovery of self that suddenly comes upon us. അത് കഴിഞ്ഞെന്തോ പറ്റുന്ന പെട്ടെന്ന് ആ സ്വയത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മൾക്ക് പെട്ടെന്ന് തുറന്നു വരും. Maybe you become a mother-in-law. Suddenly you realize, hey, you see, all kinds of things suddenly happen, isn't it? പെട്ടെന്ന് നമ്മൾ ഒരു അമ്മായിയമ്മയുടെ സ്ഥാനത്തായി കഴിയുമ്പോഴായിരിക്കും നമ്മൾക്ക് കണ്ണു തുറക്കുന്നത്, അയ്യോ ഇതൊക്കെ എന്നിലുണ്ടോ. Maybe suddenly you lost some job. Suddenly you had a fight with your neighbor. All kinds of things. പെട്ടെന്ന് ജോലി നമ്മളുടെ നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമ്മുടെ കണ്ണു തുറക്കുന്നത്, അയ്യോ ഇത്രയും ജഡീകനാണോ ഞാൻ. പെട്ടെന്ന് നമ്മളുടെ അയൽവക്കക്കാരോട് നമുക്ക് വാക്ക് തർക്കം ഉണ്ടാവുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാവും, അയ്യോ ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ. It's almost a rediscovery that we make after years. വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾക്ക് തന്നെ നമ്മളെക്കുറിച്ച് ഒരു ബോധം വരുന്നത്. You see, my dear friends, let's all admit self has so many ways it manifests in our സുഹൃത്തുക്കളെ, life. നമുക്ക് അത് അംഗീകരിക്കാം. ഈ ജഡം, ഈ സ്വയം എത്ര വിവിധ തരത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. And my message today is from self to service. ഇന്നത്തെ സന്ദേശം ഇതാണ്, സ്വയത്തിൽ നിന്ന്
സേവനത്തിലേക്ക്. Let's take the book of John, please, chapter 15. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം Why നമുക്ക് am I നോക്കാം. taking this portion for you? എന്തിനാണ് ഞാൻ ഈ ഭാഗം എടുക്കുന്നത്? It's very important for us to study this, isn't it? ഈ ഭാഗം നമ്മൾ പഠിക്കേണ്ട വളരെ പ്രാധാന്യമുണ്ട് നമ്മളെ Because സംബന്ധിച്ച്. this is a very, very important thing Jesus Christ is telling us. ഇവിടെ വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ് യേശു He's ക്രിസ്തു talking നമ്മളോട് to us പറയുന്നത്. about abiding in Him. അവിടെ യേശുവിൽ വസിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. Can we read please from verse 1 and 2? Someone, Anita, ഒന്ന് വായിക്കാമോ? 1-2 വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. Okay, enough. First of all, let's remember this is a metaphor. This is a figure of speech. ഇത് അലങ്കാര വാക്കാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണേ. And Christ is giving us a very, very important message. Don't think about grapes and all those things now. ഇന്നിപ്പം ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് ഈ മുന്തിരിയെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദേശം കർത്താവ് നമ്മൾക്ക് തരുവാണ്. He's saying, look at verse 2, very interesting. രണ്ടാമത്തെ വാക്യം നമുക്ക് നോക്കാം. വളരെ രസകരമായ ഒരു വാക്യമാണ്. He says, you see, every branch in me that does not bear fruit, he takes away. അവിടെ എഴുതിയിരിക്കുന്നത് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. And every branch that bears fruit, he prunes it, that it may bear more fruit. മറിച്ച് ഫലം കായ്ക്കുന്ന കൊമ്പൊക്കെയും അവൻ ചെത്തി വെടിപ്പാക്കും. എന്തിന്? അധികം ഫലം കായ്ക്കാൻ. Listen carefully. ശ്രദ്ധിച്ചു കേൾക്കണേ. Only if we bear fruit, he can prune you. നമ്മൾ ഫലം കായ്ക്കുന്നവരാണ് എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ചെത്താൻ If you സാധിക്കത്തുള്ളൂ. do not bear fruit, he will not even start pruning you. നമ്മൾ ഫലം കായ്ക്കത്തില്ല എങ്കിൽ നമ്മളെ ചെത്താൻ അവൻ തുടങ്ങത്തുപോലുമില്ല. Because you see, only by we starting to bear fruit can we actually be pruned. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫലം കായ്ക്കാൻ തുടങ്ങിയാൽ മാത്രമേ നമ്മൾക്ക് ഈ ചെത്തൽ വരാനായിട്ട് ഇടമുള്ളൂ. Somehow we have this feeling that after we are saved, God will just continue His work in us നമ്മൾ without much effort from our side. നമ്മൾ വിചാരിക്കുന്ന എന്തോ, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമവും വേണ്ട, ദൈവത്തിന്റെ വേല അങ്ങ് ചെയ്തോളും എന്ന്. We know that sin has its own consequences. നമുക്കറിയാം പാപത്തിന് അതിൻ്റെതായ പരിണിത ഫലമുണ്ട്. So we're careful about that. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധയുള്ളവരാണ്. But we are not really keen on bearing fruit. പക്ഷെങ്കിൽ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് നമുക്ക് വളരെ And here ശ്രദ്ധയൊന്നുമില്ല. we find Jesus Christ telling us, unless you bear fruit, I cannot prune you. ഇവിടെ യേശുക്രിസ്തു പറയുന്നത് എന്താണ്? നീ ഫലം കായ്ക്കാൻ തുടങ്ങിയില്ല എങ്കിൽ എനിക്ക് നിന്നെ ചെത്താൻ സാധിക്കത്തില്ല. And please note something very important here. വേറെ പ്രാധാന്യമുള്ള കാര്യം He's ശ്രദ്ധിക്കണം. saying, if you bear fruit, നീ ഫലം കായ്ക്കുന്ന He's വ്യക്തിയാണെങ്കിൽ saying, I will prune you. ഞാൻ നിന്നെ ചെത്തും. He's not saying, I will anoint you that you can bear more fruit. അവിടെ നീ ഫലം കായ്ക്കുന്നവനാണെങ്കിൽ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും, അങ്ങനെ നീ അധികം ഫലം കായ്ക്കുന്നവളായി മാറും എന്നല്ല പറയുന്നത്. Most of us think that the only issue that we need is more anointing. നമ്മൾ വിചാരിക്കുന്ന നമ്മളെ കുറിച്ചുള്ള പ്രശ്നം എന്തോ, ഇനിയും അധികം അഭിഷേകമില്ലാത്തതാ നമ്മൾ. But here I find Christ saying something very interesting. ഇവിടെ കർത്താവ് വളരെ രസകരമായ ഒരു കാര്യമാണ് If you are പറയുന്നത്. bearing fruit, if you are bearing fruit, നീ ഫലം കായ്ക്കുന്ന I will bring വ്യക്തിയാണെങ്കിൽ, pain into your life. I will prune you. നീ ഫലം കായ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ നിന്റെ ജീവിതത്തിലോട്ട് വേദന കൊണ്ടുവരും, ഞാൻ നിന്നെ ചെത്തും. I don't know how many of you know about pruning. Do you know about pruning? ഈ ചെത്തൽ എന്തുവാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം എന്തുവാണെന്ന്? Those of you who have flowers or gardens in your home, you know very clearly you can't let the bush just go just like that. You prune it. You remove the branches that should be removed. നിങ്ങളുടെ വീട്ടിൽ ഇച്ചിരി മിറ്റമോ തോട്ടമോ ചെടികളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, എന്തെങ്കിലും ഒരു ചെടി അങ്ങ് തോന്നുന്ന പോലെ വളരാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ചില കൊമ്പുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പാക്കി ഒക്കെ
നമ്മൾ കൊണ്ടുവരും. Because you see, unless we prune, it will not grow very well. എന്തെന്ന് വെച്ചാൽ നമ്മൾ അതിൽ ചെത്തി ഇടയ്ക്കിടയ്ക്കൊന്ന് മുറിച്ചു കൊടുത്തില്ല എങ്കിൽ അത് വളരേണ്ട പോലെ വളരത്തില്ല. Look at another verse now, please. വേറൊരു വാക്യം നോക്കാം. Look at verse 7. യോഹന്നാൻ 15:7 വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, Sorry, verse 6. 6 വാക്യം ആദ്യം. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിൽ ഇടുന്നു, അത് വെന്തു പോകും. If you don't bear fruit, if you don't abide in me, Jesus Christ says. യേശുക്രിസ്തു പറയുന്നത് നീ എന്നിൽ വസിക്കാതെ. Listen carefully, very important thing to understand. വളരെ ശ്രദ്ധിച്ചു കേൾക്കണേ. He says he will be thrown away as a branch and then he will dry up. അവിടെ പറയുന്നത് ഫലം കായ്ച്ചില്ല എങ്കിൽ യേശു അത് നിന്നെ പുറത്ത് കളയുകയും നീ ഉണങ്ങിപ്പോകുകയും ചെയ്യുമെന്ന്. I mean, he's not saying, don't see it this way. He's not saying you will dry and then I will cut you and throw you out. നമ്മൾ ശ്രദ്ധിക്കണേ, അത് നീ ഉണങ്ങിപ്പോകും, അപ്പം ഞാൻ നിന്നെ വെട്ടി പുറത്ത് കളയും എന്നല്ല അവിടെ പറയുന്നത്. He's saying if there is no fruit in you, you may be still alive. യേശുക്രിസ്തു അവിടെ പറയുന്നത് നിന്നിൽ ജീവൻ ഉണ്ടായേക്കാം, പക്ഷെങ്കിൽ ഫലമില്ലാത്ത അവസ്ഥയാണെങ്കിൽ I am not satisfied with you just showing them that you have some life in you. നിന്നിൽ ഇച്ചിരി ജീവൻ ഉണ്ടെന്ന് നീ ഒന്ന് വെളിപ്പെടുത്തി അപ്പോൾ ഇപ്പം കാണിച്ചാൽ ഞാൻ തൃപ്തിയുള്ളവനല്ല. You may be still alive, you may think you are still alive. നിന്നിൽ ഇപ്പോഴും ജീവൻ ഉണ്ടെന്ന് നീ ചിന്തിച്ചേക്കാം. You may do many things to show that you are alive. ഓ, നീ ജീവൻ ഉണ്ട്, നിന്നിൽ ജീവൻ ഉണ്ടെന്ന് കാണിക്കാൻ നീ പലതും ചെയ്യുന്നുമുണ്ടായിരിക്കാം. But here Christ says, while you are still alive, യേശുക്രിസ്തു പറയുന്നത് നീ ജീവിച്ചിരിക്കേ I will throw you out as a branch and then you will dry up. ഞാൻ അങ്ങനെ നീ ജീവിച്ചിരിക്കേ ഞാൻ നിന്നെ മുറിച്ച് ഞാൻ പുറത്തു കളയും, അവിടെ കിടന്ന് നീ ഉണങ്ങിപ്പോകും. Oh, so see, that's interesting thought here. Listen carefully. Both of these actually are painful, isn't it? നമ്മൾ ഇതിവിടെ ശ്രദ്ധിച്ചു കേൾക്കണേ, ഇത് രണ്ടും വേദനാജനകമായ കാര്യമാണ്. But sometimes you see that pain that we go through is of no use to us. We are becoming a castaway. ചില സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ വേദന പ്രയോജനമില്ലാതെ ആവുക, അത് തള്ളിക്കളയാനായിട്ട് നമ്മളെ എടുത്ത് പുറത്തെറിയാനാണ് അത് ഉപയോഗം. What a sad story, isn't it? But if you have fruit in you, you will still go through pain, but that pain is for you to bear more fruit. എത്ര ദയനീയമായ ഒരു അവസ്ഥയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, അഥവാ നമ്മളിൽ ഫലമുണ്ട് എങ്കിൽ നമ്മൾ വേദനയിൽ കൂടി കടന്നു പോയേക്കും, പക്ഷെങ്കിൽ ആ വേദന എന്തിനാ, ഇനിയും അധികം ഫലം കായ്ക്കാനാണ്. You are saying to yourself, what do I get from God after being going to church for 15 years? നിങ്ങൾ പറഞ്ഞേക്കാം, 15 വർഷം ഞാൻ വിശ്വാസിയായി, ഇനി ഇതിന് അത് കഴിഞ്ഞ് ഇത് എന്ത് പ്രയോജനം എൻ്റെ ജീവിതം കൊണ്ട്. Trouble for me. It has only brought trouble for me. എൻ്റെ ജീവിതത്തിൽ ഈ 15 വർഷം വേദന മാത്രമേ. What did I get from God, by the way? You tell me. ദൈവത്തിൽ നിന്ന് എനിക്ക് എന്താ ലഭിച്ചേ? പറ, നിങ്ങൾ പറ. Oh, maybe you're alive, but you are close to being cut, thrown away. ഒരു പക്ഷേ നിങ്ങൾ ജീവനുള്ളവരായിട്ട് നിലനിൽക്കുമായിരിക്കും ഇപ്പോഴും, പക്ഷെങ്കിൽ മുറിച്ച് വെളിയിൽ കളയാൻ അടുത്ത സമയമായേക്കാം. This is not talking about heaven or hell, my dear friends. Don't get the wrong picture here. സ്വർഗവും നരകത്തിനെ കുറിച്ചുമല്ല ഈ വാക്യത്തിൽ പറയുന്നത്. Because Jesus Christ, when he speaks something parable, he makes only one single point for us to understand. യേശുക്രിസ്തു ഒരു ഉപമ പറയുമ്പോൾ അതിനകത്തുനിന്ന് ഒറ്റ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്നാണ് യേശു ഉദ്ദേശിക്കുന്നത്. How can he put someone to hell who is actually still showing some life in them? ഒരു വ്യക്തിയിലെ ജീവന്റെ അടയാളങ്ങൾ കാണിക്കുവാണെങ്കിൽ എങ്ങനെ യേശുക്രിസ്തു ആ വ്യക്തിയെ നരകത്തിൽ തള്ളിക്കളയും? This fire is not talking about heaven or hell, my dear friends. അതുകൊണ്ട് ഈ ഉപമ സ്വർഗം നരകത്തെക്കുറിച്ചും അല്ല സുഹൃത്തുക്കളെ പറയുന്നത്. Please hear the cry of Jesus this morning time. യേശുവിന്റെ നിലവിളി നിങ്ങൾ രാവിലെ നിങ്ങൾ കേൾക്കണം. There is only one thing he wants to see from us, my dear friends. നമ്മളിൽ നിന്ന്
ഒരു കാര്യമാണ്, ഏക ഒറ്റ കാര്യം Yes, യേശു He കാണാൻ loves you. Yes, He ആഗ്രഹിക്കുന്നത്. cares for you. Yes, He wants to do wonderful things in your life. യേശു നമ്മളെ കരുതുന്നു, അത്ഭുത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനൊക്കെ But ആഗ്രഹിക്കുന്നു. there's only one thing that is looking for, my dear friends. I want to see fruit. പക്ഷേ I want to see fruit, He says. നമ്മളുടെ ഉള്ളിൽ ഒറ്റ കാര്യമാണ് യേശു കാണാൻ ആഗ്രഹിക്കുന്നത്. യേശു പറയുന്നത്, എനിക്ക് നിന്നിൽ ഫലം കാണണം, നിന്നിൽ ഫലം കാണണം. Only we could think of the days and the years and the months we have wasted. എന്നാലോചിച്ച് നോക്കിക്കേ, നമ്മളുടെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ വ്യർത്ഥമായി പോയ നാളുകൾ. Just because we think that God should do something, God should do something, God should do something. അതിൻ്റെ കാരണം എന്തുവാ? നമ്മൾ ഇത്ര നാൾ കാത്തിരിക്കുമായിരുന്നു ദൈവം ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ദൈവമേ അങ്ങ് ചെയ്താട്ടെ, അങ്ങ് ചെയ്താട്ടെ, അങ്ങ് ചെയ്താട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുക. Look at verse 4, please. ഈ 15-ാം അധ്യായം യോഹന്നാൻ 4-ാം വാക്യം ഒന്ന് നോക്കാം. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. Okay, you see, he's talking to people like you and me, people നിങ്ങളെയും who are saved. നിങ്ങളെയും എന്നെ പോലെ രക്ഷിക്കപ്പെട്ട വ്യക്തികളോടാണ് ഇവിടെ ദൈവവചനം Washed പറയുന്നത്. by the blood of Jesus. യേശുവിന്റെ രക്തത്താൽ Coming കഴുകപ്പെട്ടവരായ, to church every Sunday. ഞായറാഴ്ച തോറും ആരാധനയ്ക്കായി സഭയിൽ കടന്നു Maybe വരുന്നവർ. being part of the worship team, maybe. ഒരു പക്ഷേ നിങ്ങൾ ആരാധന നയിക്കുന്ന ടീമിന്റെ ഭാഗമായിരിക്കാം. Just crying out to each one of us, abide in me. നമ്മളോട് ഓരോരുത്തരോടും യേശു ക്രിസ്തുവിന്റെ ശബ്ദം നിലവിളിച്ച് പറയുവാണ്, എന്നിൽ വസിക്കുക. It's a very interesting phrase there. Abide in me and I in you. വളരെ രസകരമായ രീതിയിലാണ്, നല്ല രീതിയിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്, എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്യും. Before you get all kinds of pictures about what it means to abide in Him, അവനിൽ വസിക്കുന്നത് എന്തുവാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് ഉണ്ടാക്കുന്നതിന് മുമ്പേ let me tell you what it is not, by the friend, my ഈ dear friends. അവനിൽ വസിക്കുന്നത് എന്ത് അല്ല അതൊന്ന് ഞാൻ പറയട്ടെ. I just put 3 things here for 3 you to കാര്യം മാത്രം understand. നിങ്ങൾ മനസ്സിലാക്കാൻ 3 കാര്യം മാത്രം ഞാൻ എഴുതി. ഇന്ന് വായിക്കാൻ മതി, സ്റ്റേജ് ഇന്ന് നോക്കി വായിക്കാമോ? എന്താ 3 കാര്യങ്ങൾ? Number 1, what does it mean to not what abiding in God is? പ്രാർത്ഥനയിൽ കൂടുതൽ മണിക്കൂർ ചെലവഴിക്കുന്ന അവസ്ഥയല്ല ഇത്. Abiding in God is not spending long hours in prayer. ദൈവത്തിൽ വസിക്കുക എന്ന് പറയുമ്പോൾ കുറേ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു എന്നല്ല കാണിക്കുന്നത്. Number 2, it is not some വായിച്ചേ, സ്വന്തം. സ്വയം ഒന്നും ചെയ്യാൻ മുൻകൈ എടുക്കാത്ത ഒന്നല്ല ഇത്. It is not someone who says, I will not do anything on my own, I am abiding in God. ഒരു വ്യക്തി ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഒന്നുമേ ചെയ്യത്തില്ല, ഞാൻ ദൈവത്തിൽ ഇങ്ങനെ It വസിച്ചോണ്ടിരിക്കും. sounds so spiritual, isn't it? Those kind of language, we all use that language. അത് കേൾക്കുമ്പോ എന്തൊരു ആത്മീയ വർത്താനമായിട്ട് നമുക്ക് അങ്ങ് Oh, I തോന്നും. will not do anything without God telling me to do it. ഞാനോ ഒന്നുമേ ചെയ്യത്തില്ല, ദൈവം പറയാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. What is number 3, by the way? മൂന്നാമത്തേത്, ക്രിസ്തീയ ജീവിതത്തിന്റെ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥ എന്നല്ല. Okay, it is not some advanced stage of Christian life, abiding in Christ. കർത്താവിൽ ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മെച്ചപ്പെട്ട ഒരു വളർന്ന പക്വതയുള്ള ഒരു അവസ്ഥ, അതൊന്നും അല്ല Let me പറയുന്നത്. show you a picture, my dear friends. ഞാൻ ഒരു പിക്ചർ What is കാണിക്കട്ടെ. this photo all about? ഇതെന്തുവാ നിങ്ങൾ കാണുന്നേ? Yes, പറയാമോ ആർക്കെങ്കിലും? aquarium ഉള്ള ആൾക്കാർക്ക് പറയാൻ പറ്റും. എന്തുവാണിത്? aquarium ഉള്ളവർ, മീനെ വളർത്തുന്ന ആൾക്കാർക്ക് അറിയാം ഇതെന്തുവാന്ന്. ഏത് മീനാ ഇത്? സക്കർ, ആരാ പറഞ്ഞേ? Sucker fish. സക്കർ ഫിഷ് എന്ന് പറഞ്ഞ ഒരു ഫിഷാണ്, So മീനാണ്. this fish will always be at the bottom or on the side of the aquarium on the glass. It will never move. Always one place. ഈ മീന് നമ്മുടെ അക്വേറിയത്തിനകത്ത് ഒന്നിൽ താഴെയോ അല്ലെങ്കിൽ മൂലയിലോ എവിടെയെങ്കിലും ഇങ്ങനെ അള്ളിപ്പിടിച്ചിങ്ങനെ അനങ്ങാതെ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന കൂടുതൽ സമയവും. Most of us think we have to be like this to abide in God. നമ്മൾ അധികം പേരും വിചാരിക്കുന്ന എന്തോ ഇങ്ങനെ
ഒന്നും ചെയ്യാതെ ചലിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ മതി. അതിനർത്ഥം ദൈവത്തിൽ ഞാൻ വസിക്കുവാണ്. Oh God, I'm abiding in you. ദൈവമേ ഞാൻ അങ്ങയിൽ വസിക്കുവാണേ, I am abiding in you. ഞാൻ അങ്ങയിൽ വസിക്കുവാണേ. Well, that's not the way it works, my dear. Look at this, another picture I want to show you. അല്ല, ഞാൻ Now, look at this fish. ഈ മീനെ നോക്കിക്കേ. Always running around, always active inside the aquarium, isn't ഈ it? മീന് അക്യൂറത്തിനകത്ത് എന്തുവാ, എപ്പോഴും ഓടി 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 ഇങ്ങനെ Try to catch it, you won't be able to catch it. ഇങ്ങനെ പിടിക്കാൻ പോയാൽ പിടിക്കാനും പറ്റത്തില്ല, എന്ന് ഭയങ്കര ഓട്ടമാ. So just because you're active does not mean you cannot abide in Jesus. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ, നിങ്ങൾ എപ്പോഴും ഓട്ടമാണെങ്കിൽ ദൈവത്തിൽ വസിക്കാൻ പറ്റത്തില്ല എന്നല്ല. Because abiding in Christ is not a physical state of being always in one particular place. ദൈവത്തിൽ കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശാരീരികമായിട്ട് നിശബ്ദമായി ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന അതല്ല. We can be very active and still abide in Christ. നമ്മൾക്ക് ഭയങ്കരമായിട്ട് പ്രവർത്തനത്തിന്റെ നടുവിലായിരിക്കെ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. What did William Carey say? വില്യം കേരി എന്ന് പറഞ്ഞ ദേവദാസൻ എന്താ പറഞ്ഞേ? Expect great things from God. ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. But he didn't stop there. പക്ഷേ അത് പറഞ്ഞ് അവിടെ He നിർത്തിയില്ല. said one more line. ഒരു ലൈനും കൂടെ പറഞ്ഞു. Attempt great things for God. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കണം. He came to India when he was very young as a shoemaker. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് വളരെ ചെറുപ്രായത്തില് ഈ ചെരുപ്പ് കുത്തിയായിട്ട് He came to India and he saw the needs of our nation. അദ്ദേഹം ഭാരതത്തിൽ വന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ അദ്ദേഹം കണ്ടു. He worked with languages and he had translated the Bible into almost 32 languages. അദ്ദേഹം ഭാഷകൾ പഠിക്കാൻ തുടങ്ങി. ഏകദേശം 22 ഭാഷയിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് You think ചെയ്തു. he was keeping quiet and sitting at home? നിങ്ങൾ എന്താ വിചാരിച്ച അദ്ദേഹം മിണ്ടാതെ വീട്ടിനകത്ത് He കുത്തിയിരിക്കുവായിരുന്നു? was a guy who actually brought sati to abolition. Actually, he was the main person behind it. നിങ്ങൾക്കറിയാമോ, ഭാരതത്തിൽ സതി എന്ന് പറയുന്ന കാര്യം അത് നിർത്തലാക്കാൻ മെയിൻ കാരണം ഈ ദൈവദാസനാണ്, വില്യം കേരി. Please, my dear friends, please, can we see what abiding in Christ is? ദയവ് ചെയ്ത് വാസ്തവമായിട്ടും കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാണ് എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. So he says, abide in me and I will abide in you. യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? നീ എന്നിൽ വസിക്കുകയും ഞാൻ നിന്നിൽ വസിക്കുകയും ചെയ്യാം. And then you as you read down, we begin to understand what he means when he says, abide in അത് me. കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വായിക്കുമ്പം നമ്മൾക്ക് മനസ്സിലാവും ഈ അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് Because you അർത്ഥമാക്കുന്നത്. see, the Bible always explains itself. Christ always uses other portions to explain what he says to us. വേദപുസ്തകം എപ്പോഴും തന്നെത്താൻ തർജ്ജിമപ്പെടുത്തും, മനസ്സിലാക്കി തരും. യേശു ക്രിസ്തു ഒരു കാര്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അതിന് അർത്ഥം എന്തുവാണ് എന്ന് യേശു പറഞ്ഞു If you മനസ്സിലാക്കി തരും. search, you will really find it in the Bible itself. നമ്മൾ വാസ്തവമായിട്ടും അന്വേഷിക്കുകയാണെങ്കിൽ വേദപുസ്തകത്തിനുള്ളിൽ തന്നെ നമ്മൾ വായിച്ചതിൻ്റെ ഉള്ള അർത്ഥം So മനസ്സിലാക്കി. what does it mean to abide in him? We saw what it is not. What does it mean to abide in him? ഇപ്പം യേശു ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അത് എന്തല്ല എന്ന് നമ്മൾ കണ്ടു 3 പോയിന്റ്. ഇനിയും എന്താണ് എന്ന് നമുക്ക് Can we go നോക്കാം. to verse 10, please? 10-ാം വാക്യത്തിൽ യോഹന്നാൻ 15:10 Look at this verse. ഈ വാക്യം നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. He says, if you keep my commands and abide in my love. എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കുവാണെങ്കിൽ. So to abide in Christ means we are abiding in his love. അപ്പം
ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ സ്നേഹത്തിൽ വസിക്കുക എന്നാണ്. And to abide in His love, what should we do? അങ്ങനെ അവന്റെ സ്നേഹത്തിൽ വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? We should keep His commands. അവന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം. So number one point is this. അപ്പം അവനിൽ വസിക്കുന്നതിന്റെ ആദ്യത്തെ പോയിന്റ് ഇതാണ്. To abide in Christ is to abide in His love. അവനിൽ ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കുക എന്നാണ്. Can you see, we need to abide in His love. Don't have some romantic feeling about what it means to abide in Him. ആ ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായ ഒരു ചിന്തകളൊന്നും നമുക്ക് വരേണ്ട ആവശ്യമില്ല. അവന്റെ സ്നേഹത്തിൽ വസിക്കുക എന്നാണ് അവിടെ പറയുന്നത്. And to abide in His love, what is He saying? അവന്റെ സ്നേഹത്തിൽ വസിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യണമെന്ന് കർത്താവ് We പറയുന്നത്? need to keep His commands. അവന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം, പ്രമാണിക്കണം. Oh, so how do we put it together? ഇത് രണ്ടും കൂടി നമ്മൾ എങ്ങനെ ചേർത്ത് കാണാൻ പറ്റും? For us to abide in Christ is to begin to obey Him more. നമ്മൾക്ക് ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ അവനെ നമ്മൾ കൂടുതലായിട്ട് അനുസരിച്ചേ മതിയാവും. Simple things is there in the Bible. We find so difficult to obey, isn't it? വളരെ ലളിതമായ കാര്യങ്ങളാണ് വേദപുസ്തകത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെങ്കിൽ നമുക്ക് അനുസരിക്കാൻ എത്ര പാട്. The Bible says, if you're happy, sing praises. ദൈവവചനം പറയുന്നു, നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ പാട്ടുകൾ പാട്. ഞാൻ പാടത്തില്ല, പാട്ട് പാടാനോ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ പണ്ടേ പാടത്തില്ലായിരുന്നു, പിന്നെ ഇപ്പം പാടാൻ പോകുന്നത്. വർഷപ്പിള്ളിയോട് തലയും നിൽക്കുക അവിടെ ആൾക്കാരെ പാട്ട് പാടിപ്പിക്കാൻ. I will not sing, I am not happy. എനിക്ക് സന്തോഷമൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനാ പാടണ്ടേ? Okay, next, what does the next verse say? അടുത്ത വാക്യം എന്താ പറയുന്നത്? If you are suffering, then pray. നിങ്ങൾ പീഡനം അനുഭവിക്കുന്നെങ്കിൽ, പ്രയാസം അനുഭവിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുക. അതിനെങ്കിൽ സമയം എവിടെ ഉള്ളത്? I don't have time for that. You see, we always think that we are always, you see, wanting God to help us, and we forget there are responsibilities from our side. നമ്മൾ എപ്പോഴും എന്താ ചിന്തിക്കുന്നത്? ദൈവം നമ്മളെ സഹായിച്ചേ മതിയാവും. മറിച്ച് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകുന്നു. What does it mean for Christ to abide in us? We saw what does it mean to abide in Christ. നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടു. ഇപ്പം ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് എങ്ങനെയാണ്? Look at verse 7. There we have the answer. 7-ാം വാക്യത്തിൽ അതിന്റെ ഉത്തരമുണ്ട്. He says, if you abide in me and my words abide in you. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. മതി. എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ എന്നുവെച്ചാൽ പിന്നെയും again we coming back to the word. പിന്നെയും തിരിച്ച് വചനത്തിലോട്ടാ വരുന്നത്. If you abide in me and my words abide in you, does my word have room in your heart? നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുക. അതിന്റെ അർത്ഥം എന്താ? എൻ്റെ വചനത്തിന് നിന്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടോ? Many times Christ will ask us, does my word have room in your heart? പലപ്പോഴും കർത്താവേ ക്രിസ്തു നമ്മളോട് ചോദിക്കുന്ന ഇതാണ്, എൻ്റെ വചനത്തിന് നിന്റെ ഹൃദയത്തിനകത്ത് സ്ഥലമുണ്ടോ, ഇടമുണ്ടോ? It is so easy to carry with our own words, isn't it? We have our own reasons for all that we are doing. ഞാൻ പറയട്ടെ, നമ്മളുടെ എല്ലാ പ്രവൃത്തിക്കും നമ്മൾക്ക് കാരണം പറയാൻ ഒത്തിരി ഉണ്ട്. എത്ര എളുപ്പമാണ് നമ്മൾ കാരണം പറയും എല്ലാത്തിനും. Can we allow His word to reign, to abide in us? നമ്മൾക്ക് അവന്റെ വചനം നമ്മളിൽ വാഴാൻ നമുക്കൊന്ന് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? Let it be as you say. ദൈവമേ, കർത്താവേ, അങ്ങ് പറയുന്നത് പോലെ തന്നെ ആയിരിക്കട്ടെ. You are saying I have to forgive. Yes Lord, I will forgive. അങ്ങ് പറയുന്നു ഞാൻ ക്ഷമിക്കണമെന്ന്. എന്നാൽ ശരി കർത്താവേ, ഞാൻ ക്ഷമിക്കുക തന്നെ ചെയ്യാം. I will not wait one more day to do that. ഞാൻ ഇനി ഈ ക്ഷമ കൊടുക്കാൻ ഞാൻ ഒരു ദിവസം കൂടെ ഞാൻ കാത്തു നിൽക്കത്തില്ല. I want your word to abide in me. എന്തെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ വചനം എന്നിൽ വസിക്കണമെന്ന്.
You see, my dear friends, if we need to bear fruit, സുഹൃത്തുക്കളെ, നമ്മൾക്ക് ഫലം കായ്ക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ we need to know what it means to abide in Christ and He abiding in us. നമ്മൾ ഫലം കായ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ക്രിസ്തുവിൽ എങ്ങനെ വസിക്കാം, ക്രിസ്തു നമ്മളിൽ വസിക്കുന്നതിന് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. Will that fruit happen automatically? ഈ ഫലം കായ്ക്കുന്നതൊക്കെ അങ്ങ് യാന്ത്രികമായി പെട്ടെന്ന് You are നടക്കുന്ന saying, കാര്യമാണോ? okay, I am abiding in Christ and He is abiding in me. നമ്മൾ പറഞ്ഞേക്കാം, ഓ ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്നു, ക്രിസ്തു എന്നിൽ വസിക്കുന്നുണ്ട്. So will suddenly fruit come here and there from outside your body? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുന്ന് ഇവിടുന്നും ഈ ഫലങ്ങൾ തൂങ്ങിക്കിടക്കാൻ തുടങ്ങുമോ? Oh, you see, I have fruit. Suddenly fruit is coming from അവിടുന്ന് here. ഇവിടുന്ന് ഇങ്ങനെ ഫലങ്ങൾ തൂങ്ങാൻ തുടങ്ങുമോ? I don't think so. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയല്ല. Look at this verse in verse 16 of chapter 15. യോഹന്നാൻ 15:16 വാക്യം നോക്കാം. What am I trying to do here, my dear friends? എന്താണ് ഞാൻ ഇവിടെ ചെയ്യാൻ I'm ആഗ്രഹിക്കുന്നത്? trying to help you to see what it means to bear fruit. ഫലം കായ്ക്കുന്നത് എന്താണ് എന്ന് നമ്മളൊന്ന് കാണണം. അതിനു വേണ്ടിയാണ് ഞാൻ This is the പ്രയത്നിക്കുന്നത്. desire of the heart of our master, my dear friends. സുഹൃത്തുക്കളെ, നമ്മളുടെ യജമാനന്റെ ഹൃദയവും ആഗ്രഹവും ഇത് തന്നെയാണ്. This is not something that is an option for us. നമ്മളെ സംബന്ധിച്ച് ഇത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പുള്ള ഒരു സംഭവമേ അല്ല ഇത്. When it comes, let it come. ഫലം വരണ്ടപ്പം വന്നോളുന്നേ. That is not the way it works. അങ്ങനെയല്ല. Look at verse 16. 16 വാക്യം വായിക്കാമോ? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും പോയി ഫലം കായ്ക്കേണ്ടതിന് go, that you go and bear fruit. നിങ്ങൾ പോയി ഫലം കായ്ക്കുക. We have to go out of our way, my dear friends. സുഹൃത്തുക്കളെ, അതെന്താ കാണിക്കുന്നത്? നമ്മളുടെ ആ സ്വന്തം വഴി വിട്ട് ചിലയിടത്തോട്ട് പോകേണ്ടതായിട്ടുണ്ട്. We have to go out of our comfort zone. നമ്മളുടെ സുഖ ആ അവസ്ഥ വിട്ട് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. That's the only way we can bear fruit. അങ്ങനെ നമ്മൾ ആ സുഖാവസ്ഥ വിട്ട് ഇറങ്ങിയാൽ മാത്രമേ ഫലം കായ്ക്കത്തുള്ളൂ. You and me, we can all say, well, I want to bear fruit, but we have to go. സുഹൃത്തുക്കളെ, നമുക്ക് പറയാം എനിക്ക് ഫലം കായ്ക്കണം എന്ന്. പക്ഷെങ്കിൽ വാസ്തവമായിട്ടും ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ ആ സുഖ സൗകര്യങ്ങൾ വിട്ട് ഇറങ്ങി പോകേണ്ടതായിട്ടുണ്ട്. ഒരു പോകൽ നടക്കേണ്ടതായിട്ടുണ്ട്. We have to come out of our way. നമ്മളുടെ സ്വന്തം വഴിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി മാറേണ്ടതായിട്ടുണ്ട്. Look at Moses. He was going towards a particular way to pasture his sheep. നമ്മൾക്ക് മോശയുടെ ജീവിതം അറിയാം. മോശ ആടുകളെ മേയ്ക്കാൻ ഒരു വഴിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. He saw a burning bush burning on this side. അത് വേറെ ഒരു വശത്ത് മുൾപടർപ്പ് കത്തുന്നതായിട്ട് കണ്ടു. So it was burning and not burning up. What is wrong? Something is happening there. മോശ അങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഈ മുൾപടർപ്പ് കത്തുന്നു, പക്ഷെ കത്തിച്ചാമ്പലാകുന്നില്ല. He could have said, I don't care, I got my work to do. അദ്ദേഹത്തിന് പറയാം, മോശയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ, അതവിടെ വേണമെങ്കിൽ കത്തു എന്തെങ്കിലും ചെയ്യട്ടെ, എനിക്ക് ആടിനെ മേയ്ക്കാനായിട്ടുണ്ട്, എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്, I have my things to do. എനിക്ക് എന്റെ സ്വയം കാര്യങ്ങളൊക്കെ I have a family to maintain. എനിക്ക് പോറ്റി പുലർത്താൻ ഒരു കുടുംബമുണ്ട്. But he turned aside from the way and began to walk towards the burning bush. നമ്മൾ കാണുന്നത് എന്താ? മോശ സ്വന്തം വഴിയിൽ നിന്ന് തിരിഞ്ഞ് ആ മുൾപടർപ്പിലോട്ട് നടക്കാൻ തുടങ്ങി. The Bible says very clearly. ദിവസം വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നു. When God saw that Moses turned from his way. മോശ സ്വന്തം വഴിയിൽ നിന്ന് തിരിഞ്ഞു എന്ന് ദൈവം കണ്ടപ്പോൾ, That is when God called out his name, Moses, Moses. അങ്ങനെ തിരിഞ്ഞു വരുന്നത് ദൈവം കണ്ടപ്പോൾ ആണ് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം മോശേ മോശേ എന്ന് വിളിച്ചത്. How many of us can miss hearing from God just because we are not able, wanting to step out
of where we are. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ഒരു പടിയെടുത്ത് വെളിയിൽ വരാൻ ആഗ്രഹിക്കാത്തതും കൊണ്ട് എത്ര പ്രാവശ്യം ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കാതെ പോകുന്നു. Oh, my dear friends, സുഹൃത്തുക്കളെ, if only we knew the things that we are missing. നമ്മൾ എത്ര കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയവാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ You would cry out to God and say, "Oh Lord, please." നമ്മൾക്ക് ദൈവത്തോട് നിലവിളിച്ച് നമുക്ക് പറയാം, കർത്താവേ I want to ദയവ് തോന്നി, Oh Lord, I want to see what you are doing. അങ്ങ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് കാണണം കർത്താവേ. I don't want to live just for myself. എനിക്ക് വേണ്ടി മാത്രമായിട്ട് എനിക്ക് ജീവിക്കണ്ട. This is not just me and my family. ഇത് ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള സംഭവമല്ല. What do I gain from all this? ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് നേടി? So we did a small program here, isn't it? Just 2-3 days back. 2-3 ദിവസം മുമ്പേ നമ്മൾ ഇവിടെ ഒരു പ്രോഗ്രാം It was നടത്തിയിരുന്നു. not a big thing, by the way. അങ്ങനെ നോക്കിയാൽ ഒരു വലിയ സംഭവമൊന്നും Maybe just അല്ലായിരുന്നു. 30-40 people came here. 30-40 പുതിയ വ്യക്തികൾ ഇവിടെ But വന്നു. the very fact that we brought someone, you see, it was such a joy to see when we serve. When we take an effort and do it, what a great joy it is. നമ്മൾ അവരെ ഇവിടെ കൊണ്ടുവന്നു, നമ്മൾ അവരെ ശുശ്രൂഷിച്ചു. ആ ഒരു ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എത്ര സന്തോഷം, എത്ര വലിയ കാര്യം തന്നെയാണത്. You may not have done a big thing, but you see, God sees it as a big thing. നമ്മൾ അതിനെ വളരെ ചെറുതായിട്ടുള്ള സംഭവമായിട്ട് നമ്മൾ കണ്ടേക്കാം, പക്ഷെങ്കിൽ ദൈവം അതിനെ വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് I കാണുന്നത്. don't know how many of our inner church even took it seriously when we told them to do it. നമ്മളുടെ സഭയിൽ പുതിയതായിട്ട് ആരെങ്കിലും കൊണ്ടുവരണമെന്നൊക്കെ അനൗൺസ് ചെയ്തപ്പം എത്ര പേര് നമ്മുടെ മെമ്പേഴ്സ് ഗൗരവത്തോടെ എടുത്തു എന്ന് എനിക്കറിയത്തില്ല. Some may not even have cared well. ചിലര് ഇതിനെ ശ്രദ്ധിച്ചേ കാണത്തില്ല. ഓ പോട്ടെ, അതെന്തുവാ സാരമില്ലെന്നേ എന്നൊക്കെ ചിന്തിച്ചേക്കാം. I'm doing God a favor by coming to church. You want me to bring somebody also? ഓ, ഞാൻ സഭയിൽ കടന്നു വരുന്നത് തന്നെ വലിയ ഒരു ഔദാര്യമാണ് ചെയ്യുന്നത്, ഇനി വേറൊരാളെയും കൂടെ കൊണ്ടുവരണമെന്നോ? So why do we have all these quarrels inside our church? You know why? Because we are not serving more outside. നമ്മൾക്ക് പലപ്പോഴും ഈ സഭയ്ക്ക് ഉള്ളിൽ തന്നെ ഈ ശണ്ടയിടിയിലും ഒക്കെ അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ പുറത്ത് ഉള്ളവരെ അധികം ശുശ്രൂഷിക്കാത്തതും കൊണ്ടാണ്. The more we serve outside, the more we will forget about our small quarrels, our small ego issues, clash and this and that. നമ്മൾ എത്ര അധികം പുറത്തുള്ളവരെ ശുശ്രൂഷിക്കാൻ ഏർപ്പെടുമോ അത്ര അധികം ഈ ചെറിയ ചെറിയ ഈ പൊങ്ങച്ചവും അസൂയയും ഈ ഷണ്ടേടിയിലും അതെല്ലാം വ്യർത്ഥമാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതൊക്കെ വിട്ട് നമ്മൾ പോകും. Rick Warren, the great pastor, said in one interview like this. റിക് വാറൻ എന്നും പറഞ്ഞൊരു ദൈവദാസൻ അദ്ദേഹത്തോട് ഇന്റർവ്യൂ നടന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. He says COVID revealed a fundamental weakness in the church. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ കോവിഡ് സഭകളിലുള്ള അടിസ്ഥാന ബലഹീനത വെളിപ്പെടുത്തി. You know what he said? അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയാമോ? He says most churches have only one purpose. ഭൂരിപക്ഷം സഭകൾക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ, Worship. ആരാധന. And if you take worship away, they have nothing. ആ ആരാധന, പാട്ടുപാടുന്ന ആ സംഭവം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി, ആ സമയം, ആ സൺഡേ ആരാധന സമയം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയാൽ പിന്നെ ഒന്നും ശേഷിച്ചിട്ടില്ല. He says like this, they are in a hurry to get back to service because that's all they have. അന്ന് അതെങ്ങനെ പറയുന്നത്, ഈ ആൾക്കാർ വിശ്വാസികൾ തിരിച്ച് എത്രയും പെട്ടെന്ന് ആരാധന സർവീസ് നടത്തണം, ആരാധനയിലോട്ട് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് കാരണം എന്തുവാ? അവർക്ക് അത് മാത്രമേ ഉള്ളൂ. He says the 20,000 member Saddleback Church is built not on one purpose but 5, he says. Saddleback Church. സാഡിൽബാക്ക് ചർച്ച് എന്ന് പറഞ്ഞ സഭയുണ്ട് അമേരിക്കയിൽ. That is his church. അദ്ദേഹത്തിന്റെ സഭ. He says it is not built on one purpose but 5. അദ്ദേഹം പറയുന്നത്, എൻ്റെ സഭ ഒരു ലക്ഷ്യത്തോടെ അല്ല കൂടി വരുന്നത്, ആ സഭ പണിയുന്നത്.
Says removing worship did not shut the church down because we have other 4. Was already- അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് 5 കാരണങ്ങളുണ്ട് കൂടി വരുന്നതിന്. ആ ആരാധന ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയാൽ എല്ലാം തീർന്നു പോയില്ല, വേറെയും 4 ശേഷിച്ചിട്ടുണ്ട്. It says in Saddleback Church, from March 2020, over 16,000 people have come to Christ. അദ്ദേഹം പറയുന്നത് സാഡിൽ ബാക്ക് ചർച്ചിൽ ആ സഭയിൽ മാർച്ച് 2020 തൊട്ട് ഈ കോവിഡ് തുടങ്ങിയ സമയം തൊട്ട് 16,000 പേര് പുതിയതായിട്ട് രക്ഷിക്കപ്പെട്ടു വന്നു. And he's saying it is now seeing almost 18 new conversions every day. അദ്ദേഹം പറഞ്ഞു ഏകദേശം 80 പുതിയ വ്യക്തികൾ സഭയിൽ ആഴ്ചതോറും ദിനംതോറും കടന്നു വരുന്നത് ഞങ്ങൾ കാണുന്നു. സഭയിൽ വരുന്നില്ല, കാരണം അവർ കൂടാൻ പറ്റുന്നില്ല, കർത്താവിലോട്ട് വരിക, കർത്താവിലോട്ട് പുതിയ വീണ്ടും ജനനം പ്രാപിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. Why am I saying all these things, my dear friends? സുഹൃത്തുക്കളെ, എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്? It's all about fruit bearing. ഇതെല്ലാം ഫലം കായ്ക്കുന്നതിനെ കുറിച്ചാണ്. Don't think that Sunday service is everything. നിങ്ങൾ ഞായറാഴ്ച ആരാധനയാണ് എല്ലാം എന്ന് ചിന്തിക്കരുത്. All that we could do here in the Sunday service is to motivate you to serve him more. ഞായറാഴ്ച ആരാധനയുടെ സമയത്ത് നിങ്ങൾ ചെയ്യാവുന്ന എത്രമേ ഉള്ളൂ, നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അവനെ കൂടുതൽ സേവിക്കാനായിട്ട് ശുശ്രൂഷിക്കാനായിട്ട് to show you the things of God, to make you begin to see what you never saw before. നേരത്തെ നമ്മൾ കാണാത്ത കാര്യങ്ങൾ, ദൈവത്തിന്റെ കാര്യങ്ങൾ കാണാനായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന അതേമേ ഞായറാഴ്ച നടക്കത്തുള്ളൂ. We are making it more digestible to you from the Bible. വേദപുസ്തകത്തിൽ നിന്ന് എടുത്ത് കൂടുതൽ നമുക്ക് അയവിറക്കാനായിട്ട് പറ്റുന്ന തലത്തിൽ നമുക്ക് വിളമ്പി തരാനേ പറ്റത്തുള്ളൂ. But the fruit has to come from each one of us, my dear friends. പക്ഷെങ്കിൽ ഫലങ്ങള് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ The fruit നിന്ന് cannot come from the stage. ഫലം സ്റ്റേജിൽ നിന്നല്ല പുറത്തു വരുന്നത്. That is what we thought for some time now. പക്ഷെ അതാണ് നമ്മളും വിചാരിച്ചിരുന്നത് ഇവിടുന്നാ വരുന്നതെന്ന്. And that is why COVID destroyed everything. അതുകൊണ്ടാണ് കോവിഡ് എല്ലാം തുടച്ചു മാറ്റിയത്. There was a fundamental weakness. സഭയിൽ അടിസ്ഥാനപരമായ ഒരു ബലഹീനത We thought ഉണ്ടായിരുന്നു. it was all about the stage. നമ്മളെല്ലാവരും വിചാരിച്ചു ഇതെല്ലാം ഞായറാഴ്ച സഭ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ നടക്കുന്ന കാര്യമാണെന്ന്. It should happen here. This is where everything should happen. നമ്മൾ എന്ത് പറയുന്നത്, എല്ലാം ഇവിടെ ഈ സ്റ്റേജിലാണ് നടക്കേണ്ടത്, The ഇവിടുന്നാണ് anointing should തുടങ്ങേണ്ടത്. flow from here. അഭിഷേകം ഇവിടുന്നാ തുടങ്ങേണ്ടത്. Sorry. അല്ല, ക്ഷമിക്കണം. Let's take some practical steps, my dear friends. സുഹൃത്തുക്കളെ, ചില പ്രായോഗിക പടികൾ നമുക്കെടുക്കാം. Let's ask ourselves, what can we do as a church together? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഒരു സഭ എന്ന തലത്തിൽ ഒരുമിച്ച് നമുക്ക് എന്തൊക്കെ I ചെയ്യാൻ really പറ്റും? love this church, by the way. ഞാൻ പറയട്ടെ, എനിക്ക് ഈ സഭയെ ഭയങ്കര ഇഷ്ടമാണ്. I said, like not the building, I like you people sitting here. എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഈ കെട്ടിടം ഇഷ്ടമാണെന്നല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും എനിക്ക് I ഇഷ്ടമാണ്. would rather be with you all than be with anyone else. ഞാൻ മറ്റെവിടെ ആയിരിക്കുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം ഇവിടെ ആയിരിക്കുന്നത്, നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്. But you see, there is some disconnect that is there among us. Something is missing. പക്ഷെങ്കിൽ നമ്മൾ തമ്മിൽ എന്തോ ഒരു വേർപിടൽ, ഒരു കണ്ണി അകന്നിരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ. You know what? Most of us are really doing something on ourselves also. We are really doing some ministry. Most of us have some ministry or something. ഞാൻ പറയട്ടെ, നമ്മൾ ഒത്തിരി പേർക്കും സ്വന്തമായിട്ട് ചില ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. But you see, we just have some disconnect. We just isolated. നമ്മൾ പക്ഷെങ്കിൽ വേർതിരിച്ച് ഒറ്റപ്പെട്ട് ഉള്ള അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. If only God could bring us into a greater place of being together. നമ്മളെ ദൈവം ഒരുമിച്ച് ഐക്യതയിൽ പ്രവർത്തിക്കുന്ന ഒരു തലത്തിൽ
ഈ ദിവസങ്ങളിൽ കൊണ്ടുവന്നായിരുന്നെങ്കിൽ. Yes, every church has different ministries. ഉറപ്പാണ്, ഇത് എല്ലാം അറിയാവുന്ന കാര്യമാണ്. എല്ലാ സഭകൾക്കും വ്യത്യസ്തമായ സേവനങ്ങളുണ്ട്. But a thread should come and stitch all this together, my dear friends. പക്ഷെങ്കിൽ ഈ നൂല്, ഈ പ്രവർത്തനം എല്ലാത്തിനെയും കൂടെ കൂട്ടിക്കെട്ടേണ്ടതായിട്ടുണ്ട്. Our mission work, നമ്മളുടെ ആ മിഷൻ പ്രവർത്തികൾ, intercessory prayer, നമ്മളുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ. Why is it that only few people are here for praying? No one else even drops in. They are scared to come for intercessory prayer. എന്തിനാ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കുറച്ച് പേര് മാത്രം വരുന്നു, ബാക്കി എല്ലാവരും എന്തിന് വരാൻ പേടിച്ച് മാറി നിൽക്കുന്നു? അതിന് കാരണം എന്താണ്? Okay, you can at least come once in a while. Forget about coming every week or every month. എല്ലാ ദിവസവും, എല്ലാ ബുധനാഴ്ച, എല്ലാ മാസവും വരണമെന്നില്ല, വല്ലപ്പോഴുമെങ്കിലും വരാമല്ലോ. Our discipleship meetings, our modules, everything is isolated, but there is no common thread. Somehow something is missing. നമ്മളുടെ മോഡ്യൂൾസിൻ്റെ പഠിപ്പീരുകൾ എല്ലാം നടക്കുന്നുണ്ട്, പക്ഷെങ്കിൽ വ്യത്യസ്തമായിട്ട് എല്ലാത്തിനെയും കണ്ണിപ്പിക്കുന്ന ഒരു നൂല്, ചരട് നമ്മളുടെ നടുവിൽ This is my personal burden, my dear friends. I'm just putting it across to you. സഹോദരങ്ങളെ, എൻ്റെ വ്യക്തിപരമായ ഭാരം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കും. All that I pray is this, that God would bring our hearts together in the coming year. ഞാൻ പ്രാർത്ഥിക്കുവാണ്, ദൈവമേ ഈ വരുന്ന വർഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുമിപ്പിക്കണം. Let's not say that it's your ministry, evangelism, this, worship. നമുക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നീ ഇത് ആരാധന മിനിസ്ട്രി, ഇത് ഇവാഞ്ചലിസം മിനിസ്ട്രി, വ്യത്യസ്തം അല്ല, അങ്ങനെയല്ല. It is a church working together, serving God together. ഇതൊരു സഭയാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരുമിച്ച് ദൈവത്തെ സേവിക്കുന്നു. That's all I have for you today, my dear friends. സുഹൃത്തുക്കളെ, ഇന്ന് എനിക്ക് നിങ്ങളോട് തരാനുള്ളത് ഇത് തന്നെ. Can we move into the new year with a greater sense of purpose? പുതിയ വർഷത്തിലോട്ട് നമ്മൾ നീങ്ങുമ്പോൾ ഒരു പുതിയ ഉദ്ദേശത്തോടെ നമുക്ക് മുമ്പോട്ട് നീങ്ങാം. Yes, we are doing wonderful. Let's build on that. നമ്മൾ നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾക്ക്, പക്ഷെ ആ പ്രവർത്തിക്കുന്ന കാര്യത്തിൻ്റെ മേളിൽ നമുക്ക് പണിയാം. Encourage each other. നമുക്ക് തമ്മിൽ Let പ്രോത്സാഹിപ്പിക്കാം. yourself be brought low. നമ്മളുടെ ആ സ്വയത്തെ Let all the egos, അത് ആ സ്വയം അങ്ങ് താഴട്ടെ, let all the തകരട്ടെ. egos just go away. നമ്മളുടെ ആ ഞാനെന്ന ഭാവമൊക്കെ അങ്ങ് അലിഞ്ഞു പോകട്ടെ. Can we wash each other's feet? നമുക്ക് തമ്മിൽ കാലൊന്ന് കഴുകാം. There is a world out there waiting for us. നമ്മൾക്ക് വേണ്ടി പുറത്തൊരു ലോകം കാത്തു നിൽക്കുന്നു. Are we here just for ourselves? നമ്മൾ എന്തിനാണ്, നമ്മൾക്ക് സ്വന്തം സ്വയത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്? I often wonder, why did Christ give such a strong warning in the book of John we just read? ഞാൻ എപ്പോഴും ഓർക്കും, യേശുക്രിസ്തു ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത്ര ഒരു ശക്തിയേറിയ ഒരു താക്കീത് നമുക്ക് എന്തിനാ, മുന്നറിയിപ്പ് പോലെ താക്കീത് എന്തിനാ നമുക്ക് He could have തരുന്നത്? just said, he will throw you out as a branch. നമ്മളെ നിങ്ങളെ അങ്ങനെ ആണെങ്കിൽ ഞാൻ പുറത്തോട്ട് അങ്ങ് കളയും എന്നല്ല പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. He said something more than that. അതിനേക്കാട്ടിലും അധികമായി ചില കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. They will take them and put them in the fire and it shall be burned. അവിടെ പറഞ്ഞേക്കുന്നത് ഇത് ഉണങ്ങും, ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിനെ എടുത്ത് തീക്കകത്തിടും, അത് കത്തിച്ചാമ്പലാവും. Why did Jesus Christ have to say that? എന്തിനാ ഇതെല്ലാം യേശുക്രിസ്തു പറയുന്നത്? Because he is pained inside, my dear friends. കാരണമുണ്ട്, അത്രമാത്രം ഉള്ളിൽ വേദനിച്ചിട്ടാണ് പറയുന്നത് യേശു. You see, on one side, God is extremely gracious. നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭാഗത്ത് ദൈവം വളരെ കൃപ നിറഞ്ഞവനാണ്. On the other side, if you read in the book of Romans, we find he is severe to those who do not continue in his kindness. പക്ഷെങ്കിൽ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പം നമുക്ക് കാണാം, അവൻ്റെ കരുണയോട് പ്രതികരിക്കാത്തവരോട് അവൻ വളരെ കർശനമായിട്ടാണ് ഇടപെടുന്നത്. He removed the whole nation of Israel within one moment of time.
നിമിഷ നേരം കൊണ്ട് ഇസ്രായേൽ രാജ്യത്തെ തന്നെ എടുത്തു മാറ്റി. And he grafted us in, my dear friends, in the same place where he removed Israel. He grafted us inside that place where he removed Israel. He grafted the church. ഞാൻ പറയട്ടെ, ഇസ്രായേലിനെ എടുത്തു മാറ്റിയ ആ സ്ഥലത്ത് ജാതികളായ സഭയെ അവൻ മുറിച്ച് അവിടെ കൊണ്ട് നട്ടു, ചേർത്ത് വെച്ചു. But what if we also remain just like Israel? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ ഇസ്രായേൽ മർദ്ദലിച്ച തെറ്റിപ്പോയ അതേപോലെ നമ്മളും മർദ്ദലിച്ച് തെറ്റിപ്പോയാലോ? Paul says beware, doesn't happen in the book of Romans. റോമാലേഖനത്തിൽ പൗലോസ് പറയുക, സൂക്ഷിച്ചുകൊള്ളുക, ഇങ്ങനെ നടക്കാം. Because God can never ignore things, my dear friends. സുഹൃത്തുക്കളെ, ദൈവത്തിന് പാപം അവഗണിക്കാൻ പറ്റത്തില്ല, അതില്ലല്ലോ എന്ന് നടിക്കാൻ പറ്റത്തില്ല. Either we are safe or we are in danger. ഒന്നിലും നമ്മൾ അവനിൽ സുരക്ഷിതമാണ്, അല്ലെങ്കിൽ നമ്മൾ അപകടത്തിലാണ്. God is either kind or severe. ഒന്നിലെ ദൈവം കരുണയുള്ളവനാണ്, There is no place in between. അല്ലെങ്കിൽ ദൈവം കർശനമായി ഇടപെടുന്നതാണ്. അതിന്റെ നടുക്കൊരു സ്ഥലം ഇല്ല. That is what he is, my dear friends. അതാണ് നമ്മളുടെ ദൈവം സുഹൃത്തുക്കളെ. Even the New Testament he has not changed. പുതിയ നിയമത്തിൽ ദൈവം മാറിയിട്ടില്ല. Let's not take our days for granted. നമ്മളുടെ ദിനങ്ങള് നമുക്ക് ലാഘവമായിട്ട് One day എടുക്കരുത്. when things come to an end, don't cry out and say, Lord, if only I could do more. ഒരു ദിവസം എല്ലാം അവസാനിക്കുമ്പോൾ അന്ന് നിലവിളിച്ച്, ദൈവമേ എനിക്ക് ഇച്ചിരൂടെ ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. The time is now, my dear friends, the time is now. സുഹൃത്തുക്കളെ, ഇപ്പോഴാണ് സമയം, ഇപ്പോഴാണ്. Let's lose our life to him. നമുക്ക് നമ്മളുടെ ജീവൻ അവനിലോട്ട് നഷ്ടപ്പെടുത്താം. He cares about fruit bearing much more than we realize. നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും ഒത്തിരി അധികം അവൻ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്. Can we pray, please? നമുക്ക് പ്രാർത്ഥിക്കാം. Father, we are here at the end of this year, പിതാവേ, ഈ വർഷത്തിന്റെ അവസാനത്ത് ഞങ്ങളായിരിക്കുന്നു. knowing fully well that you are gracious, അങ്ങ് കരുണ നിറഞ്ഞവനാണെന്ന് മനസ്സിലാക്കി knowing ഞങ്ങളായിരിക്കുന്നു. fully well that you are willing to help to the uttermost those who call on your name. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ അന്ത്യത്തോളം സഹായിക്കാൻ അങ്ങ് മതിയായവനാണ് എന്ന് ഞങ്ങൾ God, you want മനസ്സിലാക്കുന്നു. to do in us much more than we ask or imagine. ഞങ്ങൾക്ക് ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അധികമായിട്ട് അങ്ങ് ഞങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നല്ലോ. And yet we hear the cry of Jesus crying out to us today, abide in me. ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ ആ നിലവിളി ഞങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുക എന്നുള്ളത്. May we give room to your word in our lives, O Lord. കർത്താവേ, അങ്ങയുടെ വചനത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുന്നവരായി ഞങ്ങളാകട്ടെ. May we not act as if we don't know, because we know the things that we have to do. ഞങ്ങൾക്ക് അറിയാൻ വയ്യ എന്നുള്ള നടിച്ച് ജീവിക്കാൻ അനുവദിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്താ ചെയ്യേണ്ടിയതെന്ന്. It's only that we are not willing to do it. കർത്താവേ, വാസ്തവം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്യാൻ മനസ്സില്ല എന്ന് മാത്രം. Jesus, have mercy on us. ഞങ്ങളോട് കരുണ കാണിക്കണമേ. Whatever fruit is there, O Lord, prune us that we can bear more fruit. ഞങ്ങളിൽ എത്ര ഫലമുണ്ടോ കർത്താവേ, ഞങ്ങളെ ഒന്ന് ചെത്തണമേ, ഞങ്ങൾ അധികം ഫലം കായ്ക്കട്ടെ. Even though it is painful, we still want you to do it, O God. ഞങ്ങൾക്കറിയാം ആ ചെത്തല് വേദന കൊണ്ടുവരുന്ന കാര്യമാണ്, പക്ഷെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങ് ഞങ്ങളെ ചെത്തണമേ. Because we want to live more for you. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങേക്ക് വേണ്ടിയായിട്ട് അധികം ജീവിക്കാൻ ആഗ്രഹമുണ്ട്. 2021 be a year where we are serving you with all our hearts. കർത്താവേ, 2021 അങ്ങേ പൂർണ്ണമായിട്ടും ഞങ്ങൾ സേവിക്കുന്ന ഒരു വർഷമായി മാറട്ടെ. Together as a church we want to glorify you. കർത്താവേ, ഒരു സഭയായിട്ട് ഞങ്ങൾക്ക് അങ്ങേ മഹത്വപ്പെടുത്തണം. In Jesus' precious name we pray. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. We miss